വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം അഗ്നി അയക്കുന്ന തിരുവചനം അത്ഭുതങ്ങൾ ഉളവാക്കും വചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വിശ്വാസമേകുന്ന തിരുവചനം മാംസമായി തീർന്നൊരു ദൈവവചനം വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ഈശോ മിശിഹായിൽ അനുഗ്രഹീതരായ ശാലോം പ്രേക്ഷകർക്ക് ഈശോയുടെ ധന്യനാമത്തിൽ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് സ്വാഗതം. ഈശോയിൽ പ്രിയപ്പെട്ടവരെ, ഒരു നിമിഷം നാം ആയിരിക്കുന്നിടങ്ങളിൽ ശാന്തമായിരുന്ന് ഒന്ന് പ്രാർത്ഥിച്ച് നമുക്ക് ഈ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. കണ്ണുകൾ അടയ്ക്കാം, കരങ്ങൾ യാചനാപൂർവ്വം തുറന്നു പിടിക്കാം. കർത്താവും രക്ഷകനും നാഥനുമായ ദിവ്യീശോയെ, അങ്ങയുടെ തിരുനാമത്തിൽ ഒരുമിച്ച് ചേർന്ന് ഈ ശുശ്രൂഷയെ സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. വചനം പ്രഘോഷിക്കുവാനും വചനം കേൾക്കുവാനും അങ്ങയുടെ ആത്മാവിൻ്റെ ശക്തി ഞങ്ങളിലേക്ക് വ്യാപരിക്കട്ടെ. താവേ, സൗഖ്യമായ നിൻ്റെ വചനം, ശക്തിയായ നിൻ്റെ വചനം, അഭിഷേകമായ നിൻ്റെ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക്, ഞങ്ങളുടെ ജീവിത പ്രശ്നങ്ങളിലേക്ക് സൗഖ്യമായി, വിടുതലായി, അഭിഷേകമായി കടന്നു വരട്ടെ. ഈശോയുടെ നാമത്തിൽ ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. വചനത്തിന്റെ വിത്ത് വിതയ്ക്കാൻ പോകാം, സ്നേഹത്തിന്റെ കതിരുകൾ കൊയ്യാൻ പോകാം. നാം ഇന്ന് ചിന്തിക്കുന്ന വിഷയം ദൈവഭക്തിയിലുള്ള പരിശീലനത്തെക്കുറിച്ചാണ്. നാമൊക്കെ പല വിധത്തിലുള്ള പരിശീലനങ്ങളിലൂടെ കടന്നു പോകുന്നവരാണ്. ഈ പരിശീലനങ്ങളിൽ പലപ്പോഴും ചെയ്യേണ്ടത് എന്താ എന്ന് തിരിച്ചറിയാതെ വ്യർത്ഥമായതിൻ്റെ പിന്നാലെ നാം പോകുന്നതാണ് യഥാർത്ഥമായ കൃപയിൽ നിന്നും ശക്തിയിൽ നിന്നും നാം അകന്നു പോകുന്നതിൻ്റെ കാരണം. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 24-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുന്നു: വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ അറിയാത്തത് കൊണ്ടല്ലേ നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്? വിശുദ്ധ ലിഖിതങ്ങളോ ദൈവത്തിൻ്റെ ശക്തിയോ നിങ്ങൾ അറിയാത്തത് കൊണ്ടാണ്. ഇന്ന് പല കുടുംബങ്ങളിലും മാതാപിതാക്കൾ മക്കളെ ഓർത്ത് കരയുന്ന രംഗങ്ങളുണ്ട്, അനുഭവങ്ങളുണ്ട്. പലപ്പോഴും കൗൺസിലിങ്ങിനായി ഫോൺ കോളുകൾ വരുമ്പോൾ മാതാപിതാക്കളുടെ എല്ലാം ആവശ്യം, അച്ഛാ ആ കൊച്ചിനോടൊന്ന് സംസാരിക്കണം, കൊച്ചിനെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കണം.
ഒരുപക്ഷെ കൗമാരപ്രായത്തിലൂടെ കടന്നു പോകുന്ന മക്കളായിരിക്കാം, അല്ലെങ്കിൽ യുവത്വത്തിലൂടെ കടന്നു പോകുന്ന മക്കളായിരിക്കാം. എന്താണ് ഇതിൻ്റെ കാരണം? തിരുവചനങ്ങളിലൂടെ ധ്യാനപൂർവ്വം കടന്നുപോയാൽ പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ദൈവത്തിൻ്റെ വചനത്തിൽ നിന്നും ദൈവഭക്തിയിലുള്ള പരിശീലനത്തിൽ നിന്നും കുടുംബങ്ങളും വ്യക്തികളും പിന്നോട്ട് പോയതാണ് തിന്മയുടെ മുന്നോട്ടുള്ള ആക്രമണത്തിനും കടന്നുകയറ്റത്തിനും കാരണമെന്ന് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയും. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകത്തിൽ 13-ാമത്തെ അധ്യായത്തിൽ തിന്മയുടെ സാഹചര്യത്തിൽ നിന്ന് മാറി നടക്കുന്ന ഒരു മകളെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. അത് മറ്റാരുമല്ല, സൂസന്ന എന്ന് പറയുന്ന മകളെക്കുറിച്ചാണ്. ഈ സൂസന്ന എന്ന മകളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. മാത്രമല്ല, മോശയുടെ നിയമം അനുസരിച്ച് അവർ എല്ലാ കാര്യങ്ങളും തങ്ങളുടെ മകളെ പഠിപ്പിച്ചിരുന്നു. മകളെ പഠിപ്പിച്ചത് മോശയുടെ നിയമമാണ്, ദൈവത്തിൻ്റെ വചനമാണ്. അത് പഠിപ്പിച്ചതുകൊണ്ട് പിന്നീടുള്ള വചനങ്ങൾ നമ്മൾ കാണുന്നുണ്ട്, തിന്മയുടെ സാഹചര്യത്തിൽ അവൾ ഏത് വിധത്തിലാണ് തിന്മയുടെ പ്രലോഭനത്തോട് പ്രതികരിക്കുന്നത് എന്ന്. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, നമ്മുടെ മക്കളെ MBBSകാരാക്കാൻ, എൻജിനീയറിംഗ് പഠിപ്പിക്കാൻ, ഡോക്ടറേറ്റ് നേടിക്കാൻ, ലോകത്തിൻ്റെതായ വിജ്ഞാനത്തിൻ്റെ ഉന്നത ശൃംഖത്തിലെത്തിക്കാൻ നാം ഒക്കെ അഹോരാത്രം അധ്വാനിക്കുന്നുണ്ട്. നല്ലതാണ്, അതൊക്കെ വേണം. എന്നാൽ ദൈവഭക്തിയുള്ള മക്കളായി വളരാൻ, ദൈവകൃപയുള്ള മക്കളായി വളരാൻ, തിന്മയിൽ നിന്നകന്ന് നന്മയെ സ്നേഹിക്കുന്ന മക്കളായി വളരാൻ ആത്മീയമായിട്ടുള്ള പരിശീലനം നാം നൽകുന്നുണ്ടോ എന്നതാണ് ആത്മാർത്ഥമായി നാം ചിന്തിക്കേണ്ടത്. ഇങ്ങനെയുള്ള പരിശീലനത്തിൻ്റെ കുറവാണ് മക്കളിൽ തിന്മയുടെ കടന്നുകയറ്റത്തിന് കാരണമെന്ന് പ്രിയപ്പെട്ട മാതാപിതാക്കളെ ഇനിയെങ്കിലും നാം തിരിച്ചറിയണം. എന്താണ് ദൈവഭക്തി? സുഭാഷിതങ്ങളുടെ പുസ്തകം 8-ാം അധ്യായത്തിൻ്റെ 13-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ കാണുന്നു, ദൈവഭക്തി എന്നാൽ തിന്മയെ വെറുക്കലാണ്. തിന്മയെ വെറുക്കുന്ന മകനാണ്, മകളാണ് എൻ്റെ കുഞ്ഞെന്ന് എത്ര മാതാപിതാക്കൾക്ക് നെഞ്ചിൽ കൈവച്ച് പറയാൻ കഴിയും? സൂസന്നയുടെ മാതാപിതാക്കൾ അവളെ പ്രതി സന്തോഷിച്ചു, അവളെ പ്രതി ദൈവത്തിന് നന്ദി പറഞ്ഞു. കാരണം എന്താ? അവൾ ദൈവത്തിൻ്റെ മകളായിരുന്നു, ദൈവഭക്തയായ മകളായിരുന്നു. അവൾ തിന്മയെ വെറുക്കുന്നവളായിരുന്നു, തിന്മയ്ക്ക് കൂട്ടുനിൽക്കാത്തവളായിരുന്നു. കാരണം അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠരായിരുന്നു. അവർ മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും മകളെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. എന്താ നീതിനിഷ്ഠ എന്ന് പറഞ്ഞാൽ? നീതിനിഷ്ഠ എന്ന് പറഞ്ഞാൽ ബൈബിൾ ഭാഷയിൽ മനുഷ്യൻ്റെ ഇഷ്ടത്തേക്കാൾ ദൈവത്തിൻ്റെ ഇഷ്ടം തേടുന്നതാണ്. ദൈവഹിതത്തിന് വിധേയപ്പെടുന്നവരായിരുന്നു ഹിൽക്കിയായും ഭാര്യയും. അവരുടെ മകളെ ദൈവത്തിൻ്റെ ഹിതമറിഞ്ഞ് മകൾ വളരണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് മോശയുടെ നിയമം അനുസരിച്ച് ദൈവം നിഷ്കർഷിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ പഠിപ്പിച്ച് വളർത്തിയത്. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് തുടർന്നുള്ള വചനങ്ങളിൽ ആ സൂസന്നയുടെ ജീവിതത്തിലുണ്ടായൊരു വലിയ പ്രതിസന്ധിയെ നമ്മൾ കാണുകയാണ്. സൂസന്നയുടെ ജീവിതത്തിൽ എന്താണ് പ്രതിസന്ധി ഉണ്ടായത്? സൂസന്ന ഭർതൃമതിയായൊരു സ്ത്രീയായൊരു കുടുംബത്തിൽ ഉത്തരവാദിത്വങ്ങളൊക്കെ നിർവഹിച്ച് ജീവിക്കുമ്പോൾ സൂസന്നയ്ക്ക് ഭർത്താവായി ലഭിച്ചത് യോവാക്കീമിനെയാണ്. ഇവിടെയാണ് ദൈവത്തിൻ്റെ ഇടപെടൽ നമ്മൾ കാണേണ്ടത്. മകളെ ദൈവഭക്തിയിൽ മോശയുടെ നിയമത്തിൽ പരിശീലിപ്പിച്ച് ദൈവികമായ പ്രകാശവും വചനത്തിൻ്റെ ശക്തിയും കൊടുത്ത് മാതാപിതാക്കൾ വളർത്തിയപ്പോൾ അവൾക്ക് കിട്ടിയ ജീവിത പങ്കാളി എപ്രകാരമുള്ളവനായിരുന്നു എന്ന് ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 13-ാം അധ്യായം 4-ാമത്തെ തിരുവചനത്തിൽ നമ്മൾ വായിക്കുന്നു. യോവാക്കീം വളരെ സമ്പന്നനായിരുന്നു. വീടിനോട് ചേർന്ന് അവന് വിസ്തൃതമായൊരു ഉദ്യാനമുണ്ടായിരുന്നു. അവൻ എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നതിനാൽ യഹൂദർ അവനെ കാണാൻ വരിക പതിവായിരുന്നു. യോവാക്കീം എല്ലാവരെയും കാൾ ആദരണീയനായിരുന്നു, സമൂഹ മധ്യത്തിൽ വിലയുള്ളവനായിരുന്നു, ആദരണീയനായ ഒരു മനുഷ്യനായിരുന്നു യോവാക്കീം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മക്കൾക്ക് നല്ല ജീവിത പങ്കാളിയെ ലഭിക്കണമെന്ന്, സൽസ്വഭാവികളായ ജീവിത പങ്കാളികളെ ലഭിക്കണമെന്ന് ആഗ്രഹിക്കാത്ത ഒരു മാതാപിതാക്കളുമില്ല. ഇവിടെ സൂസന്ന എന്ന് പറയുന്ന മകൾക്ക് എല്ലാവരെയും കാൾ സമ്മതനായ ആദരണീയനായ യോവാക്കീം എന്ന് പറയുന്ന
മകനെ ജീവിത പങ്കാളിയായി ലഭിച്ചു എങ്കിൽ അതിൻ്റെ കാരണവും അതിനു മുമ്പുള്ള വചനം തന്നെയാണ്. അവളുടെ മാതാപിതാക്കൾ നീതിനിഷ്ഠർ, ദൈവഹിതം തേടുന്നവരായിരുന്നു. അവർ തങ്ങളുടെ മകളെ മോശയുടെ നിയമം അനുസരിച്ച് എല്ലാ കാര്യങ്ങളും പഠിപ്പിച്ചിരുന്നു. ആ ദൈവകൃപയുടെ തണലിൽ വളർന്നു വന്ന കുഞ്ഞിന് ദൈവം ഒരുക്കിക്കൊടുത്ത ജീവിത പങ്കാളി എല്ലാവരെയും കാൾ ആദരണീയനായൊരുവനായിരുന്നു. ഇത് നമ്മുടെ ജീവിതത്തിലും ഒരു മാതൃകയാകട്ടെ. മക്കൾക്ക് നല്ല ജീവിത പങ്കാളികളെ കിട്ടണമെന്ന് കെട്ടുപ്രായം കഴിഞ്ഞിട്ടും കല്യാണം നടക്കാത്തപ്പോൾ പ്രാർത്ഥിച്ചാൽ പോരാ. അതിന് ചെയ്യേണ്ടത് എന്താണ് എന്ന് വചനം പഠിപ്പിക്കുകയാണ്. ബാല്യം മുതലേ പരിശീലിപ്പിക്കണം. ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം. ദൈവഭക്തിയിൽ തിന്മയെ വെറുക്കുന്നതിൽ പരിശീലനം കൊടുത്ത് കുഞ്ഞുങ്ങളെ വളർത്തിക്കൊണ്ട് വരണം. ആ സൂസന്നയുടെയും യോവാക്കിമിൻ്റെയും ഭവനത്തിൽ ന്യായാധിപന്മാർ രണ്ടുപേർ വരാറുണ്ടായിരുന്നു വ്യവഹാരങ്ങൾ തീർക്കുന്നതിന്. അപ്പോൾ ആളുകൾ യോവാക്കിമിൻ്റെ ഭവനത്തിൽ വരുന്നത് കൊണ്ട് അവിടെ ശുശ്രൂഷ ചെയ്യാനായിട്ട് രണ്ട് ന്യായാധിപന്മാർ. അവരെക്കുറിച്ച് വചനം ഇപ്രകാരമാണ് പറയുന്നത്: ദൈവവിചാരവും ധർമ്മബോധവും അവർ കൈവെടിഞ്ഞു. ഇന്ന് നമുക്കറിയാം, കുടുംബങ്ങളിൽ, സമൂഹത്തിൽ വളർന്നു വരുന്ന തലമുറയിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാന കാരണം ദൈവവിചാരവും ധർമ്മബോധവും നഷ്ടപ്പെടുന്നതാണ്. ദൈവം സർവശക്തനാണെന്നും ദൈവം കൂടെയുണ്ടെന്നും ദൈവം അറിയുന്നുണ്ടെന്നും ഉള്ള ചിന്ത വിട്ടുപോവുകയാണ്. ധാർമ്മികമായൊരു അധപ്പതനം, തിന്മയേക്കാൾ നന്മയെ സ്നേഹിക്കാൻ കഴിയാത്തൊരവസ്ഥ, നന്മയേക്കാൾ തിന്മയിലേക്ക് ചാഞ്ഞു പോകുന്ന ഒരവസ്ഥ, ഈ അവസ്ഥയാണ് അധപ്പതനത്തിന് കാരണം. ഈ ന്യായാധിപന്മാർ രണ്ടുപേരും തിന്മയുടെ പിടിയിലേക്ക് പോകാൻ കാരണം അതാണ്. ദൈവവിചാരവും ധർമ്മബോധവും അവർ കൈവെടിഞ്ഞു എന്ന് വചനം പറയുകയാണ്. ഈ ന്യായാധിപന്മാർക്ക് രണ്ടുപേർക്കും സുന്ദരിയായ സൂസന്നയിൽ അഭിലാഷം ജനിക്കുകയാണ്. ഇവർ രണ്ടുപേരും അവസരം പാർത്തു നിൽക്കുകയാണ് ഏത് വിധേനയെങ്കിലും അവളെ പ്രലോഭിപ്പിച്ച് പാപം ചെയ്യാനായിട്ട്. സൂസന്ന ഉദ്യാനത്തിൽ ഉലാത്താൻ ഇറങ്ങി. അതിനിടയിൽ ഈ ന്യായാധിപന്മാർ സൂസന്നയെ കടന്നു പിടിക്കുകയാണ്. അവളെ പാപം ചെയ്യാൻ നിർബന്ധിക്കുകയാണ്. അപ്പോൾ ഇങ്ങനെ പാപത്തിൻ്റെ പ്രലോഭനത്തിൽ നിൽക്കുന്ന വേളയിൽ എല്ലാ തരത്തിലും അകപ്പെട്ടു പോയ സൂസന്ന പറയുകയാണ്: പ്രിയപ്പെട്ടവരെ, നാം ശ്രദ്ധിക്കേണ്ട, നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ പഠിപ്പിക്കേണ്ട, കുഞ്ഞുങ്ങളൊക്കെ ഇത്തരത്തിലാകണമെന്ന് ആഗ്രഹിക്കേണ്ട ഒരു വചനമാണ്. ഇപ്രകാരമാണ്: എല്ലാ തരത്തിലും ഞാൻ അകപ്പെട്ടു പോയി. ഞാൻ സമ്മതിച്ചാൽ അതെൻ്റെ മരണമാണ്. പാപം മരണത്തിന് തുല്യമാണ്, ആത്മീയ മരണത്തിന് തുല്യമാണ് എന്ന് ആ മകൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് ഞാൻ നിങ്ങളോടുകൂടെ ഈ തെറ്റിൽ സമ്മതിച്ചാൽ എൻ്റെ മരണമാണ്. വീണ്ടും പറയുകയാണ്, സമ്മതിച്ചില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. പക്ഷെ പാപം ചെയ്ത് മരിക്കുന്നതിനേക്കാൾ നിങ്ങളുടെ കയ്യിൽ വഴങ്ങാതിരിക്കാനാണ് എനിക്കിഷ്ടം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതുകൊണ്ട് തന്നെ സൂസന്ന ഒച്ചത്തിൽ നിലവിളിച്ചു. ആളുകൾ ഓടിക്കൂടിയപ്പോൾ വാദി പ്രതിയായി. ന്യായാധിപന്മാർ രണ്ടുപേരും കൂടെ ഒത്തു. അവർ പറഞ്ഞു, ഒരു യുവാവ് ഇവളോടുകൂടെ ഈ ഉദ്യാനത്തിലുണ്ടായിരുന്നു. ഞങ്ങൾ അവനെ പിടിക്കാൻ ശ്രമിച്ചു. അവൻ ഞങ്ങളെക്കാൾ ശക്തനായതുകൊണ്ട് ഞങ്ങളെ കുതിരിച്ച് പോയി കളഞ്ഞു. സാക്ഷികൾ ആരുമില്ല. രണ്ട് ന്യായാധിപന്മാരുടെ കള്ളസാക്ഷ്യത്തിനു മുമ്പിൽ എല്ലാവരും നെറ്റി ചുളിച്ച് മൂക്കത്ത് വിരൽ വെച്ച് അതീവ സുന്ദരിയെന്ന് ദൈവഭക്തയെന്ന് വിശേഷിപ്പിച്ചിരുന്ന സൂസന്നയെ പ്രതി എല്ലാവരും വ്യസനിക്കുകയാണ്. എല്ലാവരും വിശ്വസിക്കുന്ന വിധത്തിൽ ന്യായാധിപന്മാർ കാര്യങ്ങൾ അവതരിപ്പിച്ചു. മനുഷ്യർ നിങ്ങളെ അവഹേളിക്കുകയും എല്ലാവിധ ആരോപണങ്ങളും നിങ്ങൾക്കെതിരെ വ്യാജമായി പറയുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കുവിൻ. സൂസന്ന എന്ന മകൾക്ക് നേരിട്ട വലിയൊരു അഗ്നി പരീക്ഷണമാണത്. ഈ അഗ്നി പരീക്ഷണത്തിൽ ഒരുപക്ഷെ തിന്മയ്ക്ക് അവൾ വഴങ്ങിയിരുന്നെങ്കിൽ അവൾക്ക് മാനഹാനി സംഭവിക്കില്ലായിരുന്നു. പക്ഷേ അവൾക്കത് ബോധ്യമുണ്ടായിരുന്നു, മാനഹാനിയേക്കാൾ വലുതാണ് ആത്മീയമായ മരണമെന്ന്. ആത്മീയമായ മരണം സംഭവിക്കുന്നതിനേക്കാൾ വലിയൊരു നാശം വേറെയില്ല എന്ന് തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് ആ മാനഹാനിക്ക് മുമ്പിലും അവൾ തളർന്നില്ല. യഹൂദരുടെ നിയമമനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്നവൾ കല്ലെറിഞ്ഞു കൊല്ലപ്പെടേണ്ടവളാണ്. ന്യായാധിപന്മാരാണ് ഈ പ്രതിയെ പിടിച്ചിരിക്കുന്നത്. അവർ വിസ്താരത്തിനു വന്നു. ജനത്തെ മുഴുവൻ വിളിച്ചുകൂട്ടി ജനത്തിൻ്റെ മുമ്പിൽ ആദരണീയനായ യോവാക്കിമിൻ്റെ ഭാര്യ
സൂസന്ന കുറ്റക്കാരിയായി ചിത്രീകരിക്കപ്പെട്ട് കുറ്റവിചാരണയ്ക്ക് നിൽക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഈ കുറ്റവിചാരണയുടെ സമയത്ത് പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ പരിപാലനയിൽ വളർന്നു വന്ന, ചെറുപ്പം മുതൽ വചനം പഠിച്ച് വളർന്നു വന്ന സൂസന്ന, അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി അവൾ കർത്താവിൽ ആശ്രയമർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൾ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി കർത്താവിൽ ആശ്രയമർപ്പിച്ചു. കർത്താവിൽ അവൾ ആശ്രയമർപ്പിച്ചു. തന്നെ ആശ്രയിക്കുന്നവരെ ഒരിക്കലും തള്ളിക്കളയാത്ത കർത്താവ് അവളുടെ നിലവിളി കേട്ടു. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ പ്രതികൂലതകളിൽ, പ്രതിസന്ധികളിൽ ലോകത്തിലേക്ക് നോക്കാതെ, ലോകസുഖങ്ങളിലേക്ക് നോക്കാതെ, കരഞ്ഞുകൊണ്ട് കർത്താവിങ്കിലേക്ക് ദൃഷ്ടികൾ ഉയർത്താൻ, സ്വർഗത്തിലേക്ക് കണ്ണുകൾ ഉയർത്താൻ കഴിയാത്തതല്ലേ നമ്മുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കാത്തതിൻ്റെ കാരണമെന്ന് നമ്മൾ തിരിച്ചറിയണം. ഇവിടെ കരഞ്ഞുകൊണ്ട് സ്വർഗത്തിലേക്ക് ദൃഷ്ടികൾ ഉയർത്തി കർത്താവിൽ ആശ്രയമർപ്പിച്ച സൂസന്നയെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടൽ ഉണ്ടാവുകയാണ്. ദൈവത്തിൻ്റെ ശക്തമായ കരത്തിന് കീഴിൽ താഴ്മയോടെ നിൽക്കുക. അവിടുന്ന് തക്ക സമയത്ത് നിന്നെ ഉയർത്തിക്കൊള്ളും. നിന്റെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുക. അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ്. വചനത്തിൻ്റെ അഭിഷേകം അവിടെ കടന്നു വരികയാണ്. പ്രിയപ്പെട്ടവരെ, പിന്നെ നമ്മൾ കാണുന്നത് മരണത്തിന് വിധിക്കപ്പെടുകയാണ്. ന്യായാധിപന്മാർ സൂസന്നയെ മരണത്തിന് വിധിച്ചു. എന്നാൽ മരണക്കളത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ സൂസന്ന അത്യുച്ചത്തിൽ നിലവിളിച്ച് പറഞ്ഞു, കർത്താവേ, ഞാനിതാ മരിക്കാൻ പോവുകയാണ്. എന്നെ ഇവർ കൊല്ലാൻ കൊണ്ടുപോവുകയാണ്. ഒരു കാര്യം എനിക്കറിയാം, രഹസ്യങ്ങൾ അറിയുന്ന കർത്താവേ, ഞാൻ ഇവരീ പറയുന്ന തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെന്ന് നിനക്കറിയാമല്ലോ. ഈ ഉച്ചത്തിലുള്ള നിലവിളി, ദൈവത്തെ നിലവിളിച്ച് പ്രാർത്ഥിച്ച സൂസന്നയുടെ സ്വരം ദൈവമായ കർത്താവിൻ്റെ കാതുകളിലെത്തുകയാണ്. അപ്പോൾ ദൈവം എന്താണ് പ്രവർത്തിക്കുന്നത്? ദൈവം തൻ്റെ പ്രവൃത്തികൾ പ്രകടമാക്കുകയാണ്. കർത്താവ് അവളുടെ നിലവിളി കേട്ടു. അവൾ കൊലക്കളത്തിലേക്ക് നയിക്കപ്പെട്ടപ്പോൾ ദാനിയേൽ എന്ന് പേരായ ഒരു ബാലന്റെ പരിശുദ്ധമായ ആത്മാവിനെ കർത്താവ് ഉണർത്തി. പ്രൈസ് ദി ലോർഡ്. ദാനിയേൽ എന്ന് പേരായ പരിശുദ്ധനായ ഒരു ബാലന്റെ ആത്മാവിനെ കർത്താവ് ഉണർത്തി. എന്നിട്ടോ ആ ബാലൻ ദാനിയേൽ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, എനിക്ക് ഈ രക്തത്തിൽ പങ്കില്ല. ജനത്തെ മുഴുവൻ അവിടെ തടഞ്ഞു നിർത്തിയവൻ, ദൈവത്തിൻ്റെ ആത്മാവ് നിറഞ്ഞ ദാനിയേൽ എന്ന് പറയുന്ന ബാലൻ, അനീതിക്കെതിരെ നീതിയുടെ കാവലാളായി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ് ദൈവതിരുനാമത്തിൽ. പ്രിയപ്പെട്ടവരെ, പിന്നീട് സംഭവിക്കുന്ന കാര്യം വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട്. ദാനിയേൽ ആളുകളെ തിരിച്ചു വിളിച്ചു. ന്യായാധിപന്മാരെ മാറ്റി നിർത്തിയിട്ട് അവൻ പറഞ്ഞു, എനിക്ക് വിചാരണ ചെയ്യണം. ദൈവത്തിൻ്റെ മുമ്പിൽ വിലയുള്ളവനും മനുഷ്യരുടെ മുമ്പിൽ ആദരണീയനുമായിരുന്നു ദാനിയേൽ. അതുകൊണ്ട് തന്നെ ദാനിയേലിൻ്റെ വാക്കുകൾ ജനം കേട്ടു. കൊലക്കളത്തിലേക്ക് സൂസന്നയുമായി നടന്നു നീങ്ങിയിരുന്ന അവർ തിരികെ നടന്നു ന്യായാസന വേദിയിലേക്ക്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാനിയേൽ രണ്ട് ശ്രേഷ്ഠന്മാരെയും മാറ്റി നിർത്തി ഓരോരുത്തരെയായി വിചാരണ ചെയ്യുകയാണ്. ഏത് മരത്തിൻ്റെ ചുവട്ടിലാണ് ഒരു യുവാവുമായി ആലിംഗനബദ്ധയായി ഇവൾ നിന്നത് എന്നതായിരുന്നു അവൻ്റെ ചോദ്യം. രണ്ടുപേരോടും മാറ്റി നിർത്തി ചോദ്യം ചോദിച്ചപ്പോൾ ഉത്തരത്തിൽ വ്യത്യസ്തത വന്നു. ഒരാൾ കരയാമ്പു മരത്തിൻ്റെ ചുവട്ടിലെന്നും മറ്റേയാൾ കരുവേലകത്തിൻ്റെ ചുവട്ടിലെന്നുമാണ് ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് തന്നെ സാക്ഷ്യങ്ങൾ തമ്മിൽ പൊരുത്തമില്ലാതെ പോയി. ജനത്തിനു മുഴുവൻ കാര്യം മനസ്സിലായി. സൂസന്ന തെറ്റുകാരിയല്ല, അവളുടെ മേൽ ഈ കുറ്റം ന്യായാധിപന്മാർ കെട്ടിച്ചമച്ചതാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അതുകൊണ്ട് വചനം പറയുകയാണ്, തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ അവർ സ്തുതിച്ചു. ഹല്ലേലൂയ. തന്നിൽ പ്രത്യാശ വയ്ക്കുന്നവരെ രക്ഷിക്കുന്ന ദൈവത്തെ സ്തുതിച്ചു. എപ്പോഴാണ് ഒരു വ്യക്തിക്ക് ദൈവത്തിൽ
പ്രത്യാശ വെക്കാൻ കഴിയുന്നത്. സൂസന്നയ്ക്ക് ദൈവത്തിൽ പ്രത്യാശ വയ്ക്കാൻ കഴിഞ്ഞത് ബാല്യം മുതൽ അവൾ പഠിച്ചു വളർന്നു വന്ന ദൈവത്തിൻ്റെ വചനത്തിൻ്റെ അഭിഷേകം, ദൈവ നിയമത്തിൻ്റെ അഭിഷേകം അവളിൽ ഉണ്ടായിരുന്നത് കൊണ്ടാണ്. അവിടെയാണ് ദൈവം ഇറങ്ങി വരുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഹിൽക്കിയായും ഭാര്യയും തങ്ങളുടെ മകളായ സൂസന്നയെ പ്രതി ദൈവത്തെ സ്തുതിച്ചു. അവളുടെ ഭർത്താവായ യോവാക്യമും ബന്ധുക്കളെല്ലാവരും അങ്ങനെ തന്നെ ചെയ്തു. എന്തെന്നാൽ ലജ്ജാകരമായ യാതൊന്നും അവളിൽ കാണപ്പെട്ടില്ല. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ലജ്ജാകരമായതൊന്നും സൂസന്നയിൽ കാണപ്പെട്ടില്ല എന്ന് വചനം സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, നമുക്കൊക്കെ ആഗ്രഹമില്ലേ നമ്മുടെ മക്കളിൽ ലജ്ജാകരമായതൊന്നും കാണപ്പെടരുത് എന്ന്? ആ ആഗ്രഹം അവസാന കാലത്ത് മനസ്സിൽ വെച്ചാൽ പോരാ. ഒരു കുഞ്ഞു ജനിക്കുന്ന നിമിഷം മുതൽ ഈ ആഗ്രഹത്തോടു കൂടി കുഞ്ഞിനെ വളർത്തണം. എൻ്റെ ദൈവമേ, എൻ്റെ കുഞ്ഞിൽ ലജ്ജാകരമായതൊന്നും സംഭവിക്കരുതേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നതോടൊപ്പം ദൈവത്തിൻ്റെ വചനം, മോശയുടെ നിയമം സൂസന്നയുടെ മാതാപിതാക്കൾ പഠിപ്പിച്ചതുപോലെ ദൈവത്തിൻ്റെ വചനം മക്കളെ പഠിപ്പിച്ച് വചനത്തിൽ അധിഷ്ഠിതമായി ജീവിക്കുന്ന ദൈവകൃപയുള്ള കുഞ്ഞുങ്ങളായി നമ്മുടെ കുഞ്ഞുങ്ങൾ മാറുമ്പോൾ മാത്രമേ ഈ അഭിഷേകം നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ലഭ്യമാവുകയുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിയമാവർത്തന പുസ്തകത്തിൻ്റെ 6-ാം അധ്യായത്തിൽ 6-ാം തിരുവചനത്തിൽ നമ്മൾ ഇപ്രകാരം വായിക്കുകയാണ്. നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 6-ാം തിരുവചനം: ഞാൻ ഇന്ന് കൽപ്പിക്കുന്ന ഈ വചനങ്ങൾ നിങ്ങളുടെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ജാഗരൂകതയോടെ അവ നിങ്ങളുടെ മക്കളെ പഠിപ്പിക്കണം. ജാഗരൂകതയോടെ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം മക്കളുടെ ഹൃദയത്തിലുണ്ടാവണം, അത് അധരത്തിലുണ്ടാവണം. ഏതു തിന്മയുടെ സാഹചര്യം വന്നാലും ഇരുതലവാളിനേക്കാൾ മൂർച്ചയേറിയ വചനത്തിൻ്റെ അഭിഷേക ശക്തിയാൽ തിന്മയെ ചെറുത്ത് തോൽപ്പിക്കാൻ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് കഴിയണം. ആ വലിയൊരു കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്, ദൈവത്തിൻ്റെ വചനത്തിൽ നിറഞ്ഞു നിൽക്കുന്ന പരിശുദ്ധാത്മാവ് വചനം പഠിക്കുന്ന, വചനമനുസരിച്ച് ജീവിക്കുന്ന എല്ലാ ദൈവമക്കളിലും അഭിഷേകമായി തിന്മയുടെ ശക്തിക്കെതിരെ കോട്ടയായി നിലകൊള്ളട്ടെ. അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ അത്ഭുത നാമത്തിൽ, യേശുവിൻ്റെ അത്ഭുത രക്തത്താൽ, യേശുവിൻ്റെ അത്ഭുത കുരിശിനാൽ, വചനത്തിൻ്റെ അഭിഷേകത്താൽ എല്ലാ തിന്മകളെയും പാപത്തെയും വെറുത്ത് ദൈവകൃപയുള്ള ദൈവഭക്തിയുള്ള മക്കളായി വളരാൻ ദൈവമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ, ആഴമാർന്ന നിൻ മഹത്യാഗത്തെ. ക്രൂശിൽ കണ്ടു ഞാൻ നിൻ സ്നേഹത്തെ. പ്രിയപ്പെട്ടവരെ, ഇരു കരങ്ങളും സ്വർഗത്തിലേക്കൊന്ന് ഉയർത്തിപ്പിടിക്കുക, കണ്ണുകളടയ്ക്കുക. കേട്ട വചനത്തിൻ്റെ അഭിഷേകം, സൂസന്നയിൽ നിറഞ്ഞ ദൈവാത്മാവിൻ്റെ ശക്തി, ദാനിയേലിൽ നിറഞ്ഞ പരിശുദ്ധമായ ആത്മാവിൻ്റെ ശക്തി നമ്മളിലും നമ്മുടെ കുഞ്ഞുങ്ങളിലും നമ്മുടെ കുടുംബങ്ങളിലും അത്ഭുത അഭിഷേകമായി വ്യാപരിക്കുവാൻ, അത്ഭുത കൃപയായി നിറയുവാൻ, എല്ലാ തിന്മകളെയും, തിന്മയുടെ സാഹചര്യങ്ങളെയും, പാപത്തെയും, പാപബന്ധനങ്ങളെയും, പാപക്കൂട്ടുകെട്ടുകളെയും തകർത്ത് മരിക്കുന്നതിനേക്കാൾ, പാപം ചെയ്യുന്നതിനേക്കാൾ ഭേദം ദൈവമേ ഇവരുടെ കയ്യിൽ അകപ്പെടുന്നതാണ്. ആത്മീയമായ മരണമാണ് പാപമെന്നുള്ള ചിന്ത, ആ ഒരു ബോധ്യം ഞങ്ങളിലേക്ക്, ഞങ്ങളുടെ കുഞ്ഞുങ്ങളിലേക്ക്, തലമുറയിലേക്ക് വ്യാപരിക്കട്ടെ. ദൈവവിചാരവും ധർമ്മബോധവും നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥയിലേക്ക് ദൈവത്തിൻ്റെ സ്നേഹം കടന്നു വരട്ടെ. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകാഗ്നി കടന്നു വരട്ടെ. വചനമായ ദൈവമേ, നീ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നിന്റെ ശക്തി വെളിപ്പെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇപ്പോൾ നിന്റെ മുമ്പിൽ കണ്ണുനീരോടെ പ്രാർത്ഥിക്കുന്ന മക്കളിലേക്ക്, അവരുടെ കുടുംബങ്ങളിലേക്ക്, അവരുടെ തലമുറകളിലേക്ക്, പ്രത്യേകിച്ച് മക്കളെ ഓർത്ത് കരയുന്ന മാതാപിതാക്കളിലേക്ക്, അവർക്ക് കഴിയാതെ പോയ, ജീവിതത്തിൽ ചെയ്യാതെ പോയ നന്മകൾ കർത്താവേ ഈ നിമിഷം നീ നിറച്ചു കൊടുക്കണമേ. മക്കളിലേക്ക് ജ്ഞാനം പകരണമേ, മക്കളിലേക്ക് വചനം പകരണമേ, വിശുദ്ധി പകരണമേ, ദൈവകൃപ നിറയ്ക്കണമേ, ദൈവഭക്തി നിറയ്ക്കണമേ, തിന്മയെ വെറുക്കാനുള്ള അഭിഷേകം കൊടുക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്വരമുയർത്തി ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ച മക്കളെ ദൈവകൃപ നിറയട്ടെ, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. ദൈവത്തിൻ്റെ ശക്തി ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ നമ്മളിലേക്ക്, നമ്മുടെ കുടുംബങ്ങളിലേക്ക്, നമ്മുടെ മക്കൾ എവിടെയുണ്ടോ അവിടെ അവരായിരിക്കുന്ന സാഹചര്യങ്ങളിലേക്ക് അത്ഭുതമായി വ്യാപരിക്കുവാൻ, ദൈവത്തിൻ്റെ കൃപയായി നിറയുവാൻ ശക്തിയോടെ സ്തുതിച്ച് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. മനുഷ്യരുടെ ഇടയിൽ ആകാശത്തിന് കീഴെ രക്ഷയ്ക്കായി നൽകപ്പെട്ട ഏകനാമമായ യേശുവിൻ്റെ നാമത്തിൽ
അവിടുത്തെ വിശുദ്ധ കുരിശിനാൽ തിരുരക്തത്തിന്റെ ശക്തിയാൽ എല്ലാ തിന്മയുടെ സ്വാധീനങ്ങളും അന്ധകാരത്തിന് ആധിപത്യങ്ങളും വിട്ടുമാറി ദൈവകൃപയാൽ ദൈവവചനത്താൽ ഞങ്ങളുടെ കുടുംബത്തിലുള്ള ഓരോ മക്കളും നിറയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവശക്തി വെളിപ്പെടട്ടെ, ദൈവികമായ അഭിഷേകം വ്യാപരിക്കട്ടെ. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി, ആരാധന 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 ആരാധന. ഹല്ലേലൂയ. യേശുവിന്റെ നാമത്തിൽ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു, തിരുരക്തത്താൽ മുദ്രയിടുന്നു, കോട്ട കെട്ടുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ ഹല്ലേലൂയ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ